അവൻ സ്വീകരിക്കുന്ന തങ്ങളുടെ സലാത്തോടെ പെരുന്നതിന് വേണ്ടി പെരുന്നതിന് വേണ്ടി നാം കൂടിയത് നാളെ നമ്മുടെ അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വളരെ മുഅ്മിനീങ്ങളായ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ നമ്മൾ തിരഞ്ഞെടുത്തതും ഓരോ ദിവസവും 5 നേരം ആ മതത്തിന് വേണ്ടി നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെ ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുമെല്ലാം നമ്മുടെ പരലോകത്തിലുള്ള വിജയത്തിന് വേണ്ടിയാണ്. അവിടെ ഗുണപ്പെട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മളെപ്പോഴും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചവരായ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് എപ്പോഴും നമുക്ക് വേണ്ടത് എന്ന് ഞാൻ പറയുന്നത്. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി, എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ജീവിക്കാനുള്ള വായുവും അതുപോലെയുള്ള നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അല്ലാഹു നൽകിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഈ ഭൂമിയിൽ അല്ലാഹു ഒരുക്കിയതിന്റെ ശേഷമാണ് മനുഷ്യനെ അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഭൂമിയൊക്കെ പഠിച്ചു വെച്ചു. ആ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ശാരീരികമായി പ്രകൃതിയോടുകൂടെയാണ് മനുഷ്യനെ അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞത്. ഭൂമിയെ പോലെ ഒരുപാട് ലോകങ്ങളിൽ പ്രപഞ്ചത്തിലുണ്ട്. അവിടേക്കൊന്നും മനുഷ്യനെ അല്ലാഹു ഇറക്കിയില്ല. ഇനി ഈ ഭൂമിയിലെത്തിയ നമ്മളൊക്കെ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളൊക്കെ മുഅ്മിനീങ്ങളായി ഇവിടെ പിറന്നു. ഒരു മുഅ്മിനായ മാതാവിന്റെയും പിതാവിന്റെയും മകനോ മകളായി പിറന്നു. അജ്ഞാനമായി അല്ലാഹു ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് വക്താവായി നമ്മളാക്കിക്കൊണ്ടതിന് തന്നെ നമ്മൾക്ക് അല്ലാഹു കൊടുക്കണം. അതിനു പുറമെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാളുമായി എന്നതിൽ അതിനേക്കാൾ അധികം ബഹുമാനമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടതായി ചരിത്രത്തിൽ കാണാം. അവസാനത്തെ പ്രവാചകനായ ലോകത്തിന്റെ നേതാവായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ഒരു മെമ്പറാക്കി എന്നെ ആ ഒരു മെമ്പറാക്കി തരുമോ എന്ന്
അല്ലാഹുവിനോടും നമുക്ക് നമ്മുടെ വില അറിയില്ല എന്നതാണ് സത്യം. ലോകത്തെ കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാർ, ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സമുദായത്തിൽ നമ്മുടെ സമുദായത്തിൽ പെടാൻ ആഗ്രഹിച്ചവരുണ്ട്. നമുക്കറിയാം, അക്കയിൽ നിന്ന് ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാതെ കൂട്ടി മുഖ്യഹിതങ്ങള് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആ ഹിജ്റയുടെ ഇടയിൽ അവർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ ആ മലയിൽ കയറി, ആ ഗുഹയിൽ കയറി അവർ അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്റെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രത്തിന്റെ കഷ്ടപ്പെടുന്നത് അതെല്ലാം മറച്ചു വെച്ച് അവസാനത്തെ 2 കാര്യങ്ങൾ മറക്കാനൊന്നും ഇല്ലാതെയായപ്പോ തന്റെ 2 കാലിന്റെയും വിരലുകളാ കാലത്തിൽ വെച്ചിട്ട് ഉത്തേജിതങ്ങളെ മടിയിൽ കിടത്തി ആ സമയത്ത് ചരിത്രമുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആ സമയത്ത് കാലിൽ അതിലുള്ള മാളത്തിൽ നിന്ന് പാമ്പുണ്ടായി നമുക്കറിയുന്ന ചരിത്രമാണ്. ഈ പാമ്പിന്റെ ചരിത്ര മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ഒരു പാമ്പാണ് ആ പാമ്പ്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൗർ ഗുഹയിൽ വരുമെന്ന് മനസ്സിലാക്കി നബി തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും കാലം ആ പാമ്പ് ജീവിച്ചിട്ട് ഒരുപാട് കാലമായ ആ മാസത്തിൽ മുസ്ലിങ്ങൾ വരുന്നത് സാധിക്കുകയായിരുന്നു. എന്റെ മുന്നിൽ ലോകത്തിന്റെ നേതാവ് വന്നിരിക്കുമ്പോ എന്നെ അത് കാണാൻ സമ്മതിക്കാതെ അടുത്തു വെച്ച ദ്വാരത്തിനെ അടുത്തു വെച്ച ആ മലയാണ് പാമ്പ് പൊട്ടിയത്. അല്ലാതെ എന്നോട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളെ കാണാൻ 6 വർഷങ്ങളായി കാത്തിരുന്നിട്ട് ആ സന്ദർഭം മുന്നിൽ വന്നിട്ട് അതിനുള്ള അവസരം മുടങ്ങിയപ്പോ ആ സങ്കടം സഹിക്കാൻ കഴിയാതെയാണ് ആ പാമ്പ് കുട്ടിയതിന് നഷ്ടപ്പെടുത്തുമ്പോ നമ്മളെ മനസ്സിലാക്കണം. മനുഷ്യരെന്നല്ല, ഈ ഭൂമിയിലുള്ള ഒരുപാട് ജീവജാലങ്ങൾ ആ നദീന്റെ ദർശനം കിട്ടാൻ വേണ്ടി കൊതിച്ചവരാണ്, ഒരുപാട് ആഗ്രഹിച്ചവരായ ഉമ്മത്തിൽ ജീവിക്കണമെന്ന്. അങ്ങനെ ആഗ്രഹിച്ച അങ്ങനത്തെ ആളുകൾക്ക് പല ആളുകൾക്കും കിട്ടാത്ത വലിയ അനുഗ്രഹമായ ഈ സമുദായത്തെ ഒരു അംഗമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് അല്ലാഹു എത്ര ശുക്ർ ചെയ്താലും എത്ര നന്ദി ചെയ്താലും നമുക്ക് മതിയാവുകയില്ല. നമ്മുടെ വില നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാതെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ ഒരിക്കലും അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്നെ മുസ്ലിമായി ജീവിപ്പിക്കണം, എന്നെ മുസ്ലിമായി ജീവിപ്പിക്കണമെന്ന് അല്ലാഹുവിനോട് നമ്മളാരും പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ ജനിച്ചപ്പോ ഒരു മുസ്ലിമായ പിതാവിന്റെയും ഉമ്മയുടെയും മകനോ മകളോ ആയി ഭൂമിലോകത്തേക്ക് നമ്മൾ വന്നതുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിമായി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ബാധ്യത എന്താണ്? മുസ്ലിമായി നമ്മൾ ജീവിച്ച നമ്മൾ ഈ ഇസ്ലാമിനെ കൂടുതലായി പഠിക്കുക, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതേ സമയത്ത് നമ്മളൊക്കെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ജനനം കൊണ്ട് അവർ മുസ്ലിമായിരുന്നില്ല, പക്ഷേ ജനിച്ചതിന്റെ ശേഷം അവരുടെ ജീവിത ചുറ്റുപാടുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് അവരുടെ വിശ്വാസം അവർ നിലവിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസം കൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല, അവർക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നൽകുന്ന അവസരത്താൽ അവരുടെ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ ഇസ്ലാമിൽ സ്വീകരിക്കലോടുകൂടെ അല്ലാഹു അതെല്ലാം അവരെ പുറത്തു കൊടുക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ നാട്ടിലുള്ള സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ
ആ സഹോദരനെ കാത്തിരിക്കുന്നത് അല്ലാഹുവിലുള്ള വലിയ സമ്മാനങ്ങളാണ്, വലിയ സന്തോഷങ്ങളാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം അങ്ങനെ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ അതിന് അദ്ദേഹം നൽകേണ്ടി വന്ന വില അദ്ദേഹത്തിന്റെ ജീവനാണെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ജനിച്ചത്രേ മുസ്ലിമാണ്, നമ്മുടെ ജീവനിക്കൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒരാളുമില്ല മതി, അവൻ അതിനെ സമ്മതം ചോദിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളോടും അനുമതി വാങ്ങേണ്ടി വന്നിട്ടില്ല. എത്ര ഭാഗ്യവാന്മാരാണ്. അതേ ഇങ്ങനെയൊക്കെ ഭാഗ്യമാവും തന്നിട്ട് ഇനി നമ്മുടെ മുമ്പിലുള്ള വഴി എന്താണ്? നാം നല്ലവരായി ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ കാലത്തിൽ നിന്നുണ്ടാകണം. നല്ലവരായി നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നമ്മുടെ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ മുസ്ലിമായി ജീവിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളായി ജീവിച്ചു, ഇവിടെ നടക്കുന്നതൊന്നും അറിഞ്ഞില്ല, എന്നാൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരു വലിയ ആചാരത്തിലുള്ള താമസിക്കുന്ന പല കൂറകളുണ്ട്. ആ കൂറയുടെ ഒരു കൂറയുടെ നിത്യവാസം അത് താഴെയുള്ള കുടന്റെ ഉള്ളിലാണ്. ആ കുട ആദ്യം തത്വലില്ല, അങ്ങനെ വഴി കുത്തിപ്പിടിച്ച് പോകുന്ന കുടയാണ്. ആദ്യം ആ കുടയും കൊണ്ട് അദ്ദേഹം കപ്പലിലേക്ക് യാത്ര പോയപ്പോ ഈ കൂറയും കണ്ടുവച്ചിട്ട് ഞാൻ കപ്പലിൽ പോവാണ്. അങ്ങനെ കൂറ ആദ്യം കൂടെ പോയി ഈ കുടന്റെ ഉള്ളിലാണ്, ഒന്നും അറിഞ്ഞിട്ടില്ല. ആദ്യ യാത്ര കഴിഞ്ഞ് വന്നപ്പോ കൂടെയുള്ള ആ വീട്ടിലുള്ള മറ്റു കൂറകളെ കൂറയോട് ചോദിച്ചു, എല്ലാം ഈ കടലിൽ കപ്പൽ കടലിൽ യാത്ര ചെയ്തു, കടലിൽ കൂടെ പോയോ? കപ്പലിൽ യാത്ര ചെയ്തു. ആ കപ്പലിൽ യാത്ര ചെയ്തു. എങ്ങനെയുണ്ട് കപ്പലിൽ? അറിയാം. ഈ കടലിൽ കണ്ടോ? ഇല്ല. ഈ രൂപത്തിൽ നമ്മളിവിടെ മുസ്ലിമാണോ അമുസ്ലിമാണ് നിശ്ചയിക്കലുണ്ടോ? നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? ഇത് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഇല്ല എന്നാണെങ്കിൽ ആ ജീവിയെ നിസ്സാരമായി നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ വിശ്വാസം അല്ലാഹു ഔദാര്യമായി നൽകിയ വിശ്വാസം, ആ വിശ്വാസം മുഖേന നമ്മുടെ ജീവിതം നന്നാക്കി നമ്മൾ നല്ല ആളുകളായി തീരണം. ആ നല്ല ആളുകളായി ജീവിക്കാൻ ഒരുപാട് മാനദണ്ഡം, ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മാനദണ്ഡങ്ങളുമുണ്ട്. നന്നാവണമെന്ന് വിചാരിച്ചാലും ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാലല്ലാതെ നന്നാവാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ അതേ അവർ ഒരുപാട് കാര്യങ്ങളിവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ അവൻ വഴിയെ ആരുടെയും പ്രേരണയില്ലാതെ അല്ലെങ്കിൽ ആരുടെയും നിർബന്ധമില്ലാതെ അവൻ നന്നാവാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹുവിന്റെ വലിയങ്ങളായ ജീവിക്കുന്ന ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. അതേ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. എനിക്ക് നന്നാവാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ നീ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? നിന്റെ ഭക്ഷണങ്ങൾക്ക് നീ ഹലാലാക്കണം. നല്ല ഭക്ഷണം മാത്രമേ നീ കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ നല്ലത് മാത്രം വർദ്ധിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ നല്ലത് മാത്രം പ്രവർത്തിച്ചാലും അല്ല നിങ്ങൾ ചീത്തയായ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നതെങ്കിലും എന്ത് പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാലും അതൊക്കെ അല്ലാഹു അറിയുന്നവരാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും നല്ലവണ്ണം ആഗ്രഹിക്കുന്ന ആൾ അവൻ നല്ല ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. വാഹനം ഓടിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇരുചക്ര വാഹനം നമ്മുടെ വീട്ടിലുണ്ടാകും. ഈ വാഹനമുള്ള ആളുകളൊക്കെ അവരുടെ വാഹനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക എന്താണ്? നല്ല ഇന്ധനം.
ഏത് പെട്രോൾ പമ്പിലാണ് നല്ല പെട്രോൾ കിട്ടുന്നതെന്ന് ഇല്ലാത്ത അല്ലെങ്കിൽ കരടുകളില്ലാത്ത നല്ല പെട്രോൾ പമ്പിൽ കയറ്റിയിട്ടാണ് പെട്രോൾ അടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെയല്ലേ? കാരണം എന്താണ്, നമ്മൾ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കരടുകളോ കട്ടുകളൊക്കെ ഉള്ള പെട്രോൾ പോയി അടിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ അതിന്റെ എഞ്ചിൻ കേടുവരും. അതുപോലെയാണ് മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഹലാലായ ഭക്ഷണം അവന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് എത്തിയാൽ അവന്റെ മനസ്സവന്റെ ഹൃദയം കേൾക്കുകയില്ല, അവന്റെ ശരീരത്തിൽ കുഴപ്പം വരികയില്ല, അവന്റെ ആത്മീയതയ്ക്ക് കോട്ടം വരികയില്ല. അതേ സമയത്ത് ഹറാമായ ഭക്ഷണത്തിന്റെ അംശങ്ങൾ അവന്റെ ശരീരത്തിൽ എത്തിയാൽ ഹറാമായ മറ്റുള്ളവരുടെ ഭക്ഷണമോ മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ പിടിച്ചു വലിച്ചതോ അല്ലെങ്കിൽ പൈസയുടേതോ അങ്ങനെയുള്ള അല്ലാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ അവന്റെ ഉള്ളിലേക്ക് എത്തുന്നതെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അതുകൊണ്ട് ഒരുപാട് മോശങ്ങളുണ്ട്. അവന്റെ നിസ്കാരത്തിൽ അവൻ ഇഖ്ലാസ് കിട്ടുകയില്ല, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല, ഒരു കാര്യത്തിലും അവന് മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. ഇസ്ലാമെന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, സമാധാനം എന്നാണ്. മുസ്ലിമിന്റെ സമാധാനം ആഗ്രഹിക്കുന്നവരെന്നാണ്, അല്ലെങ്കിൽ അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരെന്നാണ്, അല്ലാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെടുന്നവരെന്നാണ്. ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോ പൂർണ്ണമായും അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച് അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവന്റെ രൂപത്തിൽ ജീവിച്ച് അല്ലാഹുവിന്റെ പരമമായ വിജയം നേടാൻ നല്ലവരായി തീരാൻ ആന്മാരെ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് നിന്റെ ഭക്ഷണം നന്നാക്കിയാലേ നിന്റെ ഓരോ വിഭാഗത്തിലും നിനക്ക് ആത്മാർത്ഥതയിൽ ഉണ്ടാവുകയുള്ളൂ. ഹലാലായില്ലെങ്കിൽ എന്താണ്, ഹലാലായില്ലെങ്കിൽ എന്താണ് നമ്മ പഠിപ്പിച്ചില്ലേ? മുളച്ച എല്ലാ കാര്യങ്ങളും അതൊക്കെ നരകത്തിലേക്കുള്ളതാണ്. ഹറാമിൽ നിന്നുണ്ടായത് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അതവന് പിന്നീട് പോകാനുള്ള നരകമാണെന്ന് കൂടുതൽ ആലോചിക്കേണ്ടതില്ല. അതുകൊണ്ട് പറയുന്നു, ായ പണം കൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. അതുപോലെ മഹാനായ ഓർമ്മപ്പെടുത്തുന്നു, ഹലാലായ ഭക്ഷണം ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ഹലാലായ ഭക്ഷണം ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. പറയുകയാണ്, ഉത്തരം ലഭിക്കുന്ന വ്യക്തികളായി തീരാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഭക്ഷണം നന്നാക്കുക, അപ്പോൾ നിന്റെ ദുആകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. നിന്റെ ഭക്ഷണം നീ നന്നാക്കിയാൽ നിന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എത്രയോ തവണ തോന്നിയിട്ടുണ്ട്. ആ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട്. ആ തോന്നുന്നതിന്റെ ഉള്ളിൽ നമ്മളെപ്പോഴും സ്വന്തമായ ആത്മവിചാരം നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഹറാമ് കയറാറുണ്ടോ, ഹറാമ് കൂടിക്കലരാറുണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കണം. നമ്മയും നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ഹറാമായ ഭക്ഷണം നമ്മൾ കൊടുക്കാൻ പാടുള്ളതല്ല. ഒരുപാട് ആളുകളുണ്ട് ഈ വിഷയം ശ്രദ്ധിക്കാതെ, ഞാനെന്നോ ഹറാമെന്ന് ശ്രദ്ധിക്കാതെ ഇങ്ങനെയാണ് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരാള് അദ്ദേഹം വീട്ടിൽ തന്നെ ഒരാളാണ്. വീട്ടിൽ തന്നെ വലിയ മരത്തിന്റെ വില്ലങ്ങൾ നടത്തുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഹലാലായ ജീവിതം തന്റെ വീട്ടിൽ അദ്ദേഹം നടത്തിയിട്ട് അദ്ദേഹം തന്റെ മൂന്നാമത്തെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഒരു ബാങ്കിന്റെ മാനേജർക്കാണ്. അഥവാ വലിയ
പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുന്ന ഒരാൾക്കാണ് തന്റെ മകൾ ഇത്രയും കാലം ഹലാലായ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഹറാമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മകളെ പറഞ്ഞേക്കുകയാണ്. ആ പിതാവിനോട് അതിനെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് എന്താണ്? നോക്കിയാൽ നമ്മൾ ജീവിക്കാൻ കഴിയുമല്ലോ എന്ന് അദ്ദേഹം പറയുക. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പാർട്ടിയോട് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ എന്ന ഭാവി മരുമകന്റെ ജോലിയെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. എന്റെ മകൾ ഇനി മുതൽ ഹറാമാണ് വസിക്കാൻ പോകുന്നത് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് പ്രശ്നമായി തോന്നുന്നില്ല. അദ്ദേഹത്തിന് തന്റെ രാഷ്ട്രീയപരമായി യോജിപ്പുള്ള ആളുകളുടെ സന്തോഷത്തിലാണ്. എന്നാൽ ഈ മകളെ അദ്ദേഹം മനഃപൂർവ്വം തന്റെ മകളെ പരാജയത്തിലേക്ക് നിർത്തിയിടുകയാണ്. ഇങ്ങനെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ചിന്ത വേണം, നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ബോധം വേണം. നമുക്കറിയാം കഴിഞ്ഞ ഉടനെ പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ എവിടെയൊക്കെ ചോദിച്ചപ്പോ ആ സഹാബി പറയുകയാണ്, ചോദിക്കാനില്ല. അങ്ങയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കൊണ്ട് അതിന് ഞാനൊരിക്കലും എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട് ദൂതന്റെ വീടാണ്. ആ ദൂതന്റെ വീട്ടിലാണ് വലിയ ഈത്തമരമുണ്ട്. ആ ഈത്തമരത്തിൽ നിന്ന് ദിവസവും ഒരുപാട് ഈത്തപ്പഴങ്ങൾ രാവിലെ നേരം കൊടുക്കുമ്പോഴേക്ക് എന്റെ വീട്ടുമുറ്റത്തേക്ക് അതിൽ ഒരുപാട് പഴങ്ങൾ പൊഴിഞ്ഞിരിയാറുണ്ടെത്തിയേ. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് നേരത്തെ നടത്തിയില്ലെങ്കിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് എന്റെ മക്കളൊക്കെ ചെറിയ മക്കളൊക്കെ എന്റെ വീട്ടിന്റെ മുറ്റത്ത് എന്റെ കുട്ടുന്ന ആ ഈത്തപ്പഴങ്ങൾ, ആ ദൂതന്റെ ഈത്തപ്പഴങ്ങൾ എന്റെ മക്കൾ തിന്നുപോകുന്നില്ലേ. എന്റെ മക്കൾ കേളിച്ചതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. എന്നോട് പറഞ്ഞപ്പോ ചോദിക്കുകയാണ്, ആ ദൂതന്റെ ഈത്തപ്പഴന്മാരാണ് വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ദൂതന്റെ കയ്യിൽ നിന്ന് സാധാരണയുള്ള വിലയേക്കാൾ ഇരട്ടി വില കൊടുത്തിട്ട് ആ മരണങ്ങോട്ട് വാങ്ങി അതിനദ്ദേഹത്തിന് ക്യാഷ് കൊടുത്തപ്പോ ആ ദൂതൻ ചിന്തിക്കുകയാണ്, മലയപ്പോഴും എന്റെ വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് രാത്രി ഞാനിതാ എന്നും ആ വീട്ടിൽ നിന്ന് അദ്ദേഹം അറിയാതെ ഈ വീട്ടിൽ എന്റെ ഈത്തപ്പഴത്തിൽ കയറിയിട്ട് എനിക്കെല്ലാ ദിവസവും ഈ പഴം അദ്ദേഹത്തിന്റെ മരത്തിൽ നിന്ന് എനിക്ക് എടുക്കാമല്ലോ. എന്റെ പറമ്പിലാണല്ലോ ഇതുള്ളത്. അദ്ദേഹം സമാധാനിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അദ്ദേഹം അതാത് രാത്രി ആ മരത്തിൽ കയറാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ ആ മരം അവിടെ കാണാനില്ല. മരം അവിടെ നിന്ന് നീങ്ങിയിട്ട് ആ സഹാബികളുടെ വീട്ടിന്റെ പറമ്പിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് ആ മരം നീങ്ങിപ്പോയിരിക്കുന്നു. സ്ത്രീകളെ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്റെ ചെറിയ മക്കളെ അറിയാതെ കൊണ്ടുപോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒരു പിതാവിന്റെ സൂക്ഷ്മതയാണ്. ഇതുപോലെയുള്ള സൂക്ഷ്മത നമ്മുടെ കുടുംബത്തിന്റെയും ഭക്ഷണത്തിന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ദിവസം അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഒരു ഗ്ലാസ് പാല് മഹാനവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ സമയത്ത് മഹാനവർ ചോദിക്കുന്നു, അല്ല ഉമ്മ, ഈ പാല് എവിടെ നിന്ന് കിട്ടി? പറയുന്ന പോലെ ഞാൻ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങാനുള്ള പണം എവിടെ നിന്ന് കിട്ടി ഉമ്മ? അത് ഹലാലായ പണമാണെന്ന് മകൻ ബോധ്യപ്പെടുത്തി. ആ സമയത്ത് വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഈ ആള് അത് ഹലാലായ സ്ഥലത്ത് മേജ ആളാണോ
അദ്ദേഹത്തിന്റെ തന്നെ പറഞ്ഞ പുല്ലുകളെ മാത്രം നിന്ന് ജീവിച്ച ആളാണോ, അതല്ല മറ്റുള്ളവർ സമ്മതത്തോടെ അന്യന്റെ പറമ്പിൽ നിന്ന് വസിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറയുന്നത് എനിക്കറിയില്ല മോനെ, അതിന് കാര്യമാണെന്ന ഈ പാല് കുടിച്ചോളൂ എന്ന് മകനായ മുബാരകോട് ആ ഉമ്മ വാത്സല്യത്തോടുകൂടെ പറഞ്ഞപ്പോ മഹാനവകൾ പറയുകയാണ്, വേണ്ട ഉമ്മ, തെറ്റ് ചെയ്തിട്ട് പിന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്ത് പൊറുപ്പിക്കാൻ പറയാൻ എനിക്ക് ലജ്ജയാണ് ഉമ്മ. തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. ഈ ഭക്ഷണം ഈ പാലിക്കുന്നവർക്കും അതിന് ഹറാമ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിട്ട് അല്ലാഹുവിനോട് പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് പറയാൻ എനിക്ക് താല്പര്യമില്ല. ആത്മാരുടെ സൂക്ഷ്മതകൾ വളരെ കൂടുതൽ അറിയേണ്ടതുണ്ട്, വളരെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടിമയായ ആ മനുഷ്യനതാ ഒരു ദിവസം ഇതുപോലെ പാല് കൊണ്ട് കൊടുക്കുന്നു. കുടിച്ചതിന് ചോദിക്കുന്നു, സന്തോഷത്തോടെ കുടിച്ചതാണ്, കാരണം തന്റെ അടിമയും മുഖ്യനാണ്, അതുകൊണ്ട് കുടിച്ചതാണ്. കാരണം ഹറാം ഭക്ഷിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാലോ. അതുകൊണ്ട് അത് ഹലാലായി സുഖന്ന ധാരണയിൽ കുടിച്ചു കഴിഞ്ഞ ശേഷം എന്നാലും ചോദിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് എന്റെ അടിമയോട് ചോദിക്കുന്നു, ഈ പാൽ എവിടെ നിന്ന് കിട്ടി? ആ സമയത്ത് അടിമ പറഞ്ഞു, അതെ, ഞാൻ മുസ്ലിമാരുടെ മുമ്പിലേക്ക് കുറച്ച് കൈനോട്ടത്തിന്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൈനോക്കി കൊടുത്തവരാണ് എനിക്ക് കാശ് തരാനുണ്ടായിരുന്ന സാധ്യതയപ്പോ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കൈ വായിന്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ആ കുടിച്ച പാല് മുഴുവൻ ഛർദ്ദിച്ച് അതിനൊരു അംശം പോലും എന്റെ ഉള്ളിൽ ബാക്കിയില്ല എന്ന് തോന്നുന്ന അത്രയും ഉറപ്പു വരുന്ന രൂപത്തിൽ എന്റെ കൈ ഉള്ളിലേക്ക് എന്റെ വയറ്റിലുള്ള മുഴുവനും ഛർദ്ദിച്ച് അവരുടെ പ്രൈവാദിക്കുകയാണ്. ഇങ്ങനെ സൂക്ഷ്മത കാണിച്ച മഹാന്മാരാണ് നമ്മുടെ മാതൃക നമുക്ക് എപ്പോഴും മുന്നിലുണ്ടാകേണ്ടത്. തന്റെ മുന്നിൽ തന്റെ നാട്ടിൽ നിന്ന് ഒരാളെ കളവുപോയി എന്ന വാർത്ത കേട്ടത് മുതൽ ഒരാൾ എത്ര വർഷം ജീവിക്കാൻ സാധ്യതയുണ്ട്, ആ വർഷം കണക്ക് കൂട്ടിയിട്ട് അത്രയും വർഷം ആടിന്റെ അവസ്ഥ എവിടെ കിട്ടിയാലും അതൊന്നും എത്തിക്കാറുണ്ടായിരുന്നില്ല. ആ കളവ് പോയ ആടിന്റെ മാത്രമായിരിക്കുമോ എന്ന് പേടിച്ചു ഇങ്ങനെ മഹാന്മാര് വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും എവിടേക്ക് നോക്കിയാലും അല്ലാഹുവിനെ കൂടിക്കലർത്തുന്ന വാർത്തകളെ നമുക്ക് കാണാനുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രമേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഈ അല്ലാഹുവിന്റെ തിരുമുന്നിലുള്ള വലിയ കാര്യമാണ് ഇത്രയും ഹറാമ് കലർന്ന ജീവിതത്തിന്റെ ഇടയിൽ വളരെ സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതം നയിക്കുക എന്നത് അല്ലാഹുവിനെ നടത്തിക്കാറുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ, നമ്മുടെ ആരാധനകൾക്ക് ലഭിക്കാൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാകാൻ നമ്മുടെ വസ്ത്രങ്ങളെ ആരാധനകളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സാധിച്ചതുപോലെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിലും സൂക്ഷ്മത വേണം. അഥവാ നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ സമ്മാനങ്ങൾ, വരുമാനങ്ങൾ, അതുപോലെയുള്ള നമ്മൾ നമുക്ക് ലഭിക്കുന്നതും മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നമുക്ക് സൂക്ഷ്മത വേണം. പറയുകയാണ്, മനുഷ്യന്റെ പൂർണ്ണമായ കാര്യങ്ങളിൽ പെട്ടതാണ്. അവരുടെ അൺവയ തൂക്കം എത്ര വിസ്താരമായ കാര്യങ്ങളാണെങ്കിൽ പോലും
അത് ഹറാമാണോ ഹലാലാണോ എന്ന് അവൻ ചിന്തിച്ച് ഹറാമല്ല ഹലാലാന്ന് ഉറപ്പുള്ളത് മാത്രം, ആ ഹറാമല്ലാത്ത ഹലാലായ കാര്യങ്ങൾ മാത്രം, അവർ ഉറപ്പായ ഹലാലായ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം അവരെ ഉപയോഗിക്കുക. ഈ രൂപത്തിലാണ് ഏത് രൂപത്തിൽ നമ്മൾ സുന്ദരമാക്കേണ്ടതുണ്ട്. എന്ന് പറയുന്നത് അഥവാ തഖ്വ എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും നമുക്ക് വേണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ കയ്യിലതാ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പറയുന്നത് ഇത് വിൽക്കാനുള്ളതാണ്, അഥവാ ഇതിന് ആളുകൾ വരുന്ന സമയത്ത് ഇത് വിൽക്കണമെന്ന് പറഞ്ഞേൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ള നാട്ടിലുള്ള വലിയ അന്തർഗതോടക്കാരിയായ ഒരു സ്ത്രീ ആ ഭാര്യ അടുക്കലേക്ക് വന്നു. ആ സ്ത്രീ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ആ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി തന്റെ കൈകൊണ്ട് തൊട്ടപ്പോ ആ സുഗന്ധദ്രവ്യത്തിന്റെ അല്പം മണം എന്റെ കയ്യിൽ വെട്ടിപ്പിടിച്ച കാരണത്താൽ അതിന്റെ വാസനങ്ങൾ വീട്ടിൽ വരികയാണ്. വീട്ടിലേക്ക് വന്നപ്പോ ആ വീട്ടിലാണ് നല്ല സുഗന്ധത്തിന്റെ വാസനയാണ്. നല്ല അത്ര വാസന വരുന്ന സമയത്ത് ആ നോട്ടുകൾ ചോദിക്കുന്നു, അല്ല എവിടെ നിന്നാണ് സുഗന്ധം വരുന്നത്? ആ നോട്ടുകളുടെ ഭാര്യ പറഞ്ഞു, അതെ ആ അത്രന്റെ സാധനം ഞാൻ വിൽക്കാൻ വേണ്ടി എടുത്തു കൊടുത്തപ്പോ എന്റെ കയ്യിൽ പുരണ്ടപ്പം ഞാൻ എന്റെ മുഖമക്കയിൽ അത് പുരട്ടിയതാണ്. ആ സമയത്ത് പറയുന്നത് മോളയാൽ നമുക്ക് ഹലാലല്ല, അത് പൊതുമുതലിൽ നിന്നുള്ള സാധനത്തിനാണ്, അത് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട്, ശരിയാണ്, ഉടനത് കഴുകി കളയേണ്ടതാണ്, അത് ഉപയോഗിക്കാൻ നമുക്കൊരു അർഹതയുമില്ല. എന്റെ ഭാര്യയുടെ ഭഗവത്തെ വേഗം അത് കഴിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. നമ്മുടെ വാക്കിലായാലും പ്രവൃത്തിയിലായാലും കൂടെ കൈകാര്യം ചെയ്താൽ പിന്നെ മുമ്പിൽ നമുക്ക് ഉപയോഗിക്കാം. ഏത് കാര്യവും ആനായ ആ മഹാൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് നിന്ന് തന്റെ ശിഷ്യൻ കൂടെയുണ്ട്. അവിടെ വെച്ച് തന്റെ വസ്ത്രം അലക്കുകയാണ്. തന്റെ വസ്ത്രമൊക്കെ അലക്കി കഴിഞ്ഞപ്പോ ശിഷ്യൻ പറഞ്ഞു, ആ വസ്ത്രം ഇങ്ങോട്ട് തരും, ഞാനത് അവിടെ കൊണ്ടുപോയി അവിടെ വലിയൊരു മരക്കുമ്പോൾ ആ മരത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഞാനത് അവിടെ വണ്ണാനിടാം, വണ്ണാൻ വേണ്ടി കൊണ്ടുപോയിടാം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, വേണ്ട, ആ മരത്തിന്റെ ഉടമസ്ഥനാരാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ മരത്തിൽ ആ വസ്ത്രം കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടോ എന്നറിയില്ല. പറഞ്ഞു, എന്നാൽ അവിടെ കുറച്ച് തീരുന്ന മുന്നിൽ കൊണ്ടുപോയിടാം. അപ്പോഴും മഹാനൊന്നും പറയുന്നു, വേണ്ട, ആ പുല്ല് ഒരുപാട് ജീവികളുടെ ഭക്ഷണമാണ്, ആ പുല്ലിന്റെ വസ്ത്രം കൊണ്ടുപോയിട്ടാൽ എല്ലാ ജീവിക്കും ആ പുല്ലിൽ നിന്നവൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ജീവിയുടെ ഭക്ഷണം മുടക്കലാണ് അത്. അതുകൊണ്ട് ആ പുല്ലിനത് കൊണ്ടുപോകേണ്ടതില്ല. നിങ്ങൾ എവിടെ കൊണ്ടുപോയിടാമെന്ന് ശിഷ്യൻ പറയുമ്പോൾ അവർ ഓരോ കാരണം പറഞ്ഞ് അതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ മലക്കിയ ആ സ്ഥലത്ത് തന്നെ ഒരു വെയിലത്ത് തന്റെ പുറത്ത് അവസരമിട്ട് വെയിൽ കൊണ്ട് ആ വസ്ത്രം മുടങ്ങുപോലെ വെയിൽ കൊണ്ട് ആ വസ്ത്രം അവിടെ നിന്നുകൊണ്ട് ഉറക്കുകയാണ്. നമ്മൾ നോക്കണം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും പോലും തന്റെ ജീവിതത്തിൽ ഒരിക്കലും പോലും മറ്റുള്ളവരുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഘാതങ്ങളോ മറ്റ് ജീവജാലങ്ങൾക്ക് കിട്ടേണ്ടതോ എങ്ങനെയായാലും എനിക്ക് പൂർണ്ണമായ അധികാരമില്ലാത്ത, എനിക്ക് പൂർണ്ണമായ അർഹതയില്ലാത്ത ഒന്നിനും എനിക്ക് ആധിപത്യം വേണ്ട. നാളെ മുമ്പിൽ അതൊക്കെ എനിക്ക് ഭാരയായി നാളെ ചോദ്യം ചെയ്യുമ്പോ അതിനൊന്നും മറുപടി പറയാൻ എനിക്ക്
കഴിയില്ല എന്ന ബോധമാണ് ഈ മഹാന്മാർ ഇത്തരമുള്ള സൂക്ഷ്മതയെ ഗ്രഹിക്കുന്നത്. നമ്മളാരും ആ രൂപത്തിലൊരിക്കലും ചിന്തിക്കാറില്ല. അത്രയും വലിയ രൂപത്തിൽ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും പരമാവധി നമ്മളൊക്കെ സൂക്ഷിക്കണം. അറിയാതെ മറ്റുള്ളവർ നടപ്പാക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വലിയ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ജീവിക്കണം. അതേ മഹാന്മാർ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവരാണ്. തത്വ എന്ന് പറയുന്നത് അതൊരാളെ പ്രവൃത്തിയിൽ കാണിക്കേണ്ടതല്ല. ഒരാളുടെ മുന്നിൽ അവൻ തത്വ അഭിനയിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിലാണ് തത്വ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകേണ്ടത്. അത് ഹൃദയത്തിലുള്ളവൻ അറിയാതെ പ്രവർത്തനങ്ങൾ അത് ആളുകൾ അവനെ കാണാറുണ്ടെങ്കിലും ആളുകൾ അവനെ കാണാനില്ലെങ്കിലും ആരെങ്കിലും അവരെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭക്തിന്റെ മുന്നിൽ അവൻ ഒറ്റക്കാകുന്ന സമയത്ത് ആരും കാണാനില്ലെങ്കിൽ പോലും അവനോട് സൂക്ഷ്മത പാലിക്കാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഈ രൂപത്തില് നമ്മുടെ തത്വമൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. തത്വ എന്ന് പറയുന്നത് ഹൃദയത്തിലുണ്ടാകണം. അതുകൊണ്ട് ആ സൂക്ഷ്മത എന്ന് പറയുന്നത് മനുഷ്യന്റെ വിജയത്തിന്റെ വലിയൊരു കാര്യമാണ്. അതുപോലെ മഹാന്മാരെ വീണ്ടും പറയുന്നു, മൂന്നാമതാണ് പഠിപ്പിക്കുന്ന കാര്യമാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവണം നമ്മള്. സ്വഭാവമുള്ള ആളുകൾക്ക് അതേ തുടക്കത്തിലുള്ള വലിയ ഭവനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഭവനങ്ങൾക്ക് സ്വഭാവികൾക്കുള്ളതാണ്. ഒരാളോട് നല്ല സ്വഭാവം കാണിച്ചതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നല്ല സഹവാസം, അതുപോലെ നല്ല സൽസ്വഭാവം, അതിന്റെ നല്ല സഹവാസങ്ങൾ സൽസ്വഭാവങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയൊരു മാർഗമാണ്. നല്ല ആളുകളുമായി നല്ല കൂട്ടുകാരുമായി നല്ലവരുമായുള്ള ബന്ധം പുലർത്തിയാൽ ആ നല്ല ആളുകളിലൂടെ നല്ല സ്വഭാവങ്ങൾ അവർ പകർന്നു കിട്ടും. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ അവരൊക്കെ മോശപ്പെട്ട ആളുകളുടെ കമ്പനികളും അതുപോലെ കൂട്ടായ്മകളിലും സംഘടനകളിൽ പെട്ടുപോയി. അവർക്കതാ വലിയവരെ ബഹുമാനിക്കണമെന്നോ വലിയവരോട് കരുണ കാണിക്കണമെന്നോ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണമെന്നോ ബോധമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ശരീരപ്പെടാൻ മതി എന്ന ലോകത്തിലേക്ക് അവരാരെങ്കിലും നല്ല എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ എത്രയോ തിരക്കുകൾ കാണാം. വൃദ്ധരായ ആളുകളൊക്കെ ചിലപ്പോൾ നടന്നു വന്നിട്ട് എവിടെയെങ്കിലും പോകാനുള്ള വഴി ചോദിക്കുമ്പോ തെറ്റായ വഴി പറഞ്ഞുള്ള ആളുകളെ വട്ടം കറക്കുന്നവർ. അതുപോലെ വീട്ടിൽ വന്നാൽ അവൻ ചിലപ്പോ പുറത്ത് നല്ല സ്വഭാവക്കാരനായിരിക്കാം. എന്റെ വീട്ടിൽ വന്നാൽ സ്വന്തം ഭാര്യയോട് മാതാപിതാക്കളോട് എപ്പോഴും കയർത്തു വന്ന് രക്ഷപ്പെടുത്തു വളരെ മോശപ്പെട്ട സ്വഭാവമായിരിക്കും. അതുകൊണ്ട് ഒരാളെ തൽസ്വഭാവിയാണ് അവരെ നഷ്ടപ്പെടുത്തേണ്ടത്. പക്ഷേ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ നല്ല സ്വഭാവമായിരിക്കും. പക്ഷേ അവന്റെ വീട്ടിൽ ചോദിച്ചാൽ അവന്റെ കൂട്ടുകാരൻ അവന്റെ സ്വഭാവത്തെ പറ്റി ഒരു അഭിപ്രായവും ഉണ്ടാവുകയില്ല. ഈ രൂപത്തിൽ നമ്മൾ ആകാൻ പാടില്ല. സ്വഭാവത്തിന്റെ ഉടമകളാവണം. നല്ല സ്വഭാവം നമ്മുടെ അയൽവാസികളോട് വേണം, മാതാപിതാക്കളോട് വേണം, അതുപോലെ നമ്മുടെ കൂട്ടുകാരോട് വേണം, നമ്മുടെ അധ്യാപകരോട് വേണം. അങ്ങനെ തുടങ്ങി നമ്മോട് ആരൊക്കെ ബന്ധമുണ്ടോ അവരോടൊക്കെ നല്ല സ്വഭാവമാണ് കാണിക്കേണ്ടത്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യം വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹു നൽകിയതിൽ വെച്ച് ഏറ്റവും ഹൈറായ കാര്യം എന്താണ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരുപാട് ആളുകളെ ചെലവഴിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്കൊക്കെ അറിയാം, നമ്മൾ അങ്ങോട്ട് ഇടവഴിക്കുന്ന ആളുകളെ തന്നെ ചിലപ്പോ ഒരാളെ ഇടവഴിക്കാൻ ചിലപ്പോ ആ ഇടവഴികളിൽ അല്ലെങ്കിൽ ആ ഒരു മതിയാവും. ചില ആളുകളോട് വീണ്ടും വീണ്ടും അവരോട് നമുക്ക് അടുപ്പവും അവരോട് വീണ്ടും ഒരുപാട് കാര്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? നമ്മൾ അയാളുമായി ബന്ധപ്പെടുന്ന സമയത്ത്, അയാളുമായി നമ്മൾ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ടുള്ള പ്രതികരണം, തിരിച്ചദ്ദേഹം ഇങ്ങോട്ട് കാണിക്കുന്ന സ്വഭാവം, ഇങ്ങോട്ടുള്ള പെരുമാറ്റം, ഇതൊക്കെയാണ് അങ്ങോട്ട് ആകർഷിക്കുന്നത്. മഹാനായ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞ വലിയ വിശേഷണമായിരുന്നു അത്. അങ്ങയുടെ സ്വഭാവം കാരണമായിട്ട്, അങ്ങയുടെ പെരുമാറ്റം കാരണമായിട്ടാണ് അവർക്ക് ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങ് പരിക്കൻ സ്വഭാവമുള്ളവരായിരുന്നുവെങ്കിൽ അവർക്ക് എവിടെ നിന്ന് ഓടിയൊളിക്കുമായിരുന്നു, അങ്ങയിൽ നിന്നവർ ഓടി അകലുമായിരുന്നു. നമുക്കറിയാം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ കഴിഞ്ഞു പോയ ഒരുപാട് അമ്പിയാക്കൾ 1000 അതുപോലെ 2000 അല്ലെങ്കിൽ 500 600 അങ്ങനെ പല വർഷങ്ങളായി വർഷങ്ങളോളം താമസിച്ച് ജീവിച്ച ഒരുപാട് പ്രവാചകന്മാരെ കഴിഞ്ഞു പോയതുകൊണ്ട് അവരൊക്കെ ലോകത്ത് നിന്ന് വിടതായപ്പോൾ വളരെ കുറഞ്ഞ അനുയായികൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കേവലം 23 വർഷം കൊണ്ട്, കേവലം കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ തൽക്കാലം ഇടപെടുന്നപ്പോൾ ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ലക്ഷക്കണക്ക് അനുയായികളെ ഉണ്ടാക്കിയത് അവർ ഒരിക്കലും കാലഘട്ടത്തില്ല. ഒരിക്കലും മറ്റേ അവിടുന്ന് ഭീകരപ്രവർത്തനം നടത്തിയിട്ടല്ല, അല്ലെങ്കിൽ ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതല്ല. എല്ലാവരും സ്വമേധയാ ആ മുസ്ലിം തങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്, അവിടുത്തെ പെരുമാറ്റം കണ്ടിട്ട്, അവിടുത്തെ സഹവാസം കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകുമോ? നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മളെ കുറിച്ച് കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ വന്നപ്പോ അവരും ഇവിടെ ഇതുപോലെ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് വാദമൊന്നല്ലോ, അല്ലെങ്കിൽ മറ്റുള്ള ആയുധങ്ങൾ ഒന്നല്ലോ. അവരുടെ സ്വഭാവം ഇവിടെയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തപ്പോ ആ സ്വഭാവത്തിൽ ആകൃഷ്ടരായി ഇസ്ലാമിനോട് നയിക്കുന്ന സ്വഭാവമാണെന്ന് മനസ്സിലാക്കി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇങ്ങനെയുള്ള സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. തന്റെ സഹോദരന്റെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ, സ്വഭാവത്തോടുകൂടെ, അല്ലെങ്കിൽ നല്ല പുഞ്ചിരിയോടുകൂടെ തന്റെ സഹോദരന്റെ മുഖത്തോട് പുഞ്ചിരിക്കുക എന്നത്, ആ സഹോദരനോട് നല്ല സ്വഭാവം കാണിക്കുക എന്നത് മുഖ്യനായ മനുഷ്യന് വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ തന്റെ സഹോദരനോട് ചിരിക്കുന്നത് അവന്റെ മതം നോക്കിയിട്ടല്ല, അവന്റെ വർഗം നോക്കിയിട്ടല്ല. മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അവനും തന്നെ പോലെ മനുഷ്യനായ ഒരു സഹജീവിയാണ്. ആ മനുഷ്യനോട് ഒരിക്കലും നമുക്ക് പകമാറില്ല, ഒരിക്കലും നമുക്ക് അവരോട് ഒഴുക്കമാറില്ല. അവർ ഏത് മനസ്സിന്റെ അനുയായികളാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അവരോട് സ്നേഹമാണ് വേണ്ടത്. അങ്ങനെ ഒരാളോട് വെറുപ്പില്ലാത്ത മനസ്സ്,
സമ്പത്ത് അത് വലിയ പവറുള്ള മനസ്സാണ്. വിജയിക്കാനുള്ള നല്ല വ്യക്തികളായി തീരാനുള്ള വലിയ ഒരു മാധ്യമമാണ് സ്വഭാവം. ഒരു സഹായിയെ കുറിച്ച് തങ്ങളുടെ ഇരിക്കുമ്പോ ഒരു സഹായിയെ കുറിച്ചായി പറയുകയാണ്, ഈ സ്ഥലത്തിലേക്ക് ഈ കടന്നു വരുന്ന സ്വർഗത്തിന്റെ അവകാശിയാണ്. അങ്ങനെ നോക്കുമ്പോഴാ ഒരു സഹാബി കടന്നു വരുന്നു. ഇതുപോലെ പറയുന്നു, അന്നും കടന്നു വരുന്നത് അതേ സഹാബിയാണ്. മൂന്നാമത്തെ ദിവസവും അതേ സഹാബി കടന്നു വന്നപ്പോ ആ സ്ഥലത്തിലുള്ള മറ്റൊരു സഹാബി ചിന്തിക്കുകയാണ്, ഈ സഹാബിയെ കുറിച്ച് നിമിഷങ്ങൾ സ്വർഗത്തിന്റെ അവസാനത്തിലാണെന്ന് 3 ദിവസം ആവർത്തിച്ച് പറഞ്ഞപ്പോ ഈ സഹാബി എന്തെങ്കിലും ഞങ്ങളാരും ചെയ്യാത്ത വല്ല വലിയ സൽക്കർമ്മം വല്ലതും ചെയ്യുന്നുണ്ടാകും എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിഥിയായി വിരുന്നുകാരനായി പോവുകയാണ്. 3 ദിവസം ആ സഹാബിയുടെ വീട്ടിലത്തെ കഴിച്ചു കൂടുകയാണ്. എന്നിട്ട് ആ സഹാബിയുടെ ഓരോ അമലുകളും ഇവർ പരിശോധിക്കുകയാണ്. അദ്ദേഹം അറിയാതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടോ ഞങ്ങൾ ചെയ്യുന്നത് പോലെ എല്ലാവരും മറ്റൊന്നും ഈ സഹാബിയും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി 3 ദിവസമാണ് അതിഥിയുടെ ദിവസത്തിന്റെ കണക്ക്. ആദ്യത്തെ മര്യാദയുടെ ദിവസം 3 ദിവസമാണ്. ആ 3 ദിവസം കഴിഞ്ഞിട്ട് സഹാബിയതാ നേരത്തെ പറയുന്നത്, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വിരുന്നു വന്നത് നിങ്ങളെ വീട്ടിൽ വിരുന്നുവാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതല്ല. നിങ്ങളെ പറ്റി ഹബീബായ മുസ്ലിമിതങ്ങളില്ല 3 ദിവസവും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് സൽക്കർമ്മമാണ് ചെയ്യാറുള്ളതെന്ന് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞില്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അജ്ഞാനങ്ങളും പമ്പുകളും അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ എനിക്കുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, എന്റെ മനസ്സിൽ എന്റെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പില്ല, ഒരാളോടും എനിക്ക് ദേഷ്യമില്ല, ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരാളെ ഞാൻ വേദനിപ്പിക്കാറില്ല, ഒരാളോട് ഞാൻ തർക്കിക്കാൻ പോകാറില്ല, ഒരാളെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കാൻ പോകാറില്ല. ഈ മറുപടി പറഞ്ഞപ്പോ ആ സഹാബി പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ പ്രത്യേകത. നല്ല സ്വഭാവം എന്ന് പറയുന്നത് വലിയ താല്പര്യക്കാരുള്ള വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് സ്വഭാവത്തിൽ ഉടമകളായി നമ്മളൊക്കെ മാറണം. ആ സ്വഭാവങ്ങളായി നമ്മൾ ജീവിക്കണം. എന്നാൽ നമുക്ക് വലിയ താല്പര്യക്കാരുണ്ട്, വലിയ മാറ്റം കിട്ടാറുണ്ട്. നമുക്കറിയില്ലേ, ഹബീബായ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതെങ്കിലും സഹോദരനോട് സ്വഭാവം നല്ല സഹോദരന്റെ വട്ടമുണ്ടാകണമെന്ന് നമ്മൾ കഴിച്ചു. നമുക്കൊക്കെ അറിയാം. അതേ നാളെ എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കൊടുക്കുന്ന സമയത്ത്, ആ വിയർപ്പിൽ മുങ്ങിത്താഴുന്ന സമയത്തതാ ഭാഗത്ത് മുസ്ലിംകൾ പരിചയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അറസിന്റെ കാലിൽ കിട്ടുന്ന വിഭാഗം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു വിഭാഗം ഏതാണ്? അതെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച് സുഹൃത്തുക്കളായി ജീവിച്ചവരാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എല്ലാവരെയും നല്ലതോട് സ്നേഹിച്ചുകൊണ്ട് സ്വഭാവത്തോടെ നമ്മുടെ സഹോദരത്തോടുകൂടെ ജീവിക്കണം. നല്ല സ്വഭാവത്തോടുകൂടെ ജീവിക്കണം. നമ്മളെ മുൻകഴിഞ്ഞു പോയ അനീതികള്, നമ്മുടെ സാധാരണ ചരിത്രമൊക്കെ നമുക്കറിയാം. നമ്മളെ കേരളത്തിൽ കഴിഞ്ഞു പോയ സമ്മേളനത്തെ കുറിച്ച് നമ്മളെ കഴിഞ്ഞവരാണ്. മമ്പളം മംഗളം ബുദ്ധനായെന്ന് പറയുന്ന ആ ഹൈന്ദവ സഹോദരനായിരുന്നു മമ്പളം തങ്ങളുടെ കാര്യസ്ഥനായി ജീവിച്ചിരുന്നതെങ്കിൽ ഒരു മനുഷ്യന്റെ മതം അത് സൗഹാർദ്ദത്തിൽ നമുക്കൊരിക്കലും തടസ്സമല്ല. അങ്ങനെയുള്ള ആളുകളുമായി സൗഹൃദങ്ങൾ നമുക്ക്
അവരുടെ ആചാരങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് നമ്മുടെ ആചാരങ്ങളും കർമ്മങ്ങളും ഒരുപാട് ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുക. അല്ലാതെ ഒരാളോടും വിഗ്രഹത്തിന്റെ വ്യക്തികൾ പ്രചരിപ്പിക്കുന്നത് പോലെ മുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരിക്കലും ഒരാളോട് വെറുപ്പില്ല. ആ ഒരു സ്നേഹബന്ധമാണ്, ആ ഒരു സൽസ്വഭാവത്തിന്റെ മഹിമയാണ് ഇസ്ലാമിനുള്ളത്. ഒരാളോട് നമുക്ക് വെറുപ്പ് വേണ്ടതില്ല. ആ രൂപത്തിൽ നല്ല സ്വഭാവത്തിനുടമകളായാൽ അത് വിജയത്തിന്റെ അടയാളമാണ്, അയാളെ നന്നാകുന്നതിന്റെ അടയാളമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ കൂടിയത് ഹദീസായ മുസ്ലിം സംഘടനകളിൽ സ്വലാത്തുകൾ ചെല്ലുന്നതിന് വേണ്ടിയാണ്. അത് അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാനുള്ള ഭാഗ്യം നമുക്ക് വേണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. മലക്കുകളെ പോലും പ്രവൃത്തികൾ ചെയ്യുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്തിന്റെ മനുഷ്യരുടെ സാന്നിധ്യമുണ്ടാവും നമുക്കറിയാം. ആ അതേ ഒരു ദോഷവും ചെയ്യാത്ത, ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാത്ത മലക്കുകൾ, ആ മലക്കുകളാ സദാസമയവും അതീതായ ഒത്തിരി സംഘടനകൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭൂമിയിൽ ആ മലക്കുകളുടെ പ്രവർത്തനങ്ങളിൽ സാധുക്കളായി നമ്മളും ഉൾക്കൊണ്ടുകൊണ്ട് അതീതായ സംഘടനകളിൽ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലണം. അതേ ഒരു സാധുവോട് പറയുന്നു, എന്റെ ജീവിതത്തിന്റെ 3 വിഭാഗം ഞാൻ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് ലളിതങ്ങൾ പറയുന്നത് നല്ലതാണ്. പക്ഷേ നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിലേക്ക് കൂടുതൽ ഗുണകരമാണ്. ആ സമയം പറയുന്ന 2 ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കിവെക്കാം. അത്രയും ലളിതങ്ങൾ പറയുന്നത് എത്രയേക്കാൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിലേക്ക് തയ്യാറാണ്. എന്നാൽ എന്റെ 3 ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി വർദ്ധിവെക്കാം. ആ ലളിതങ്ങൾ ആ സമയത്ത് ലളിതങ്ങളുടെ അറിയപ്പെടുവാനെ ഇങ്ങനെ നീ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ നിന്റെ വ്യസനങ്ങൾ തീരുന്നതാണ്, നിന്റെ പ്രയാസങ്ങൾ മാറുന്നതാണ്, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ്, നിന്റെ കടങ്ങൾ മാറുന്ന കടങ്ങളൊക്കെ ഓടുകയാണ്. ഭൗതിക ലോകത്തുള്ള ഓർമ്മയാണ്. അതേ സമയത്ത് വിഷങ്ങൾ പറയുന്നത് എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ, എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പം കിട്ടുന്ന ആളുകൾ, അത് എന്നോട് ഏറ്റവും കൂടുതൽ സാമീപ്യം കിട്ടുന്ന ആളുകൾ ആരാണ് കഴിയുമോ അത് എന്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാ, എന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാ എന്ന് പറയുകയാണ്. നമുക്ക് കൂടുതലായി അടുക്കാനുള്ള കാര്യം അത് സ്വലാത്താണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഒരു സമയത്ത് ഭാവികളിൽ നോക്കുമ്പോ തങ്ങളുടെ മുഖം വല്ലാതെ പ്രസന്നമായിട്ടുണ്ട്, വല്ലാത്ത സന്തോഷത്തിലാണ് അവിടുന്ന് നിൽക്കുന്നത്. ആ സമയത്ത് ഭാവികൾ ചോദിക്കും, നല്ല രീതിയെ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ നിൽക്കുന്നത്, അതിന് കാരണമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നു, അടുക്കൽ വന്നിട്ട് പറയുന്നു, ഓ നബിയേ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തിരിച്ചവർക്ക് 10 ഗുണം 10 കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്, 10 ഹസനത്തുകൾക്ക് പകരമായി നൽകുന്നതാണ്. വെള്ളിയാഴ്ചയാണ് നമുക്ക് ജുമുഅക്ക് പോയപ്പോ ഒന്നാമത്തെ ഖുതുബ കഴിഞ്ഞപ്പോ നമ്മളൊക്കെ 2 ഖുതുബയുടെ ഇടയിൽ ഖുതുബ നിർത്തിയുള്ള 3 സ്വലാത്തുകൾ നമ്മളൊക്കെ ചൊല്ലിയില്ലേ? എന്തിനാണ് ഖുതുബയുടെ ഇടയിൽ 3 സ്വലാത്തുകൾ ചൊല്ലുന്നത്? വെള്ളിയാഴ്ച ദിവസം
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ടെന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ്. അതേതാണ് സമയമെന്ന് അറിയില്ലെങ്കിലും ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത് കൂടുതലും സാധ്യതയുള്ള സമയങ്ങൾ ഏതാണ്? രണ്ട് പൊതുവയുടെ ഇടയിലുള്ള സമയമാണ് ആ കിട്ടുന്ന സമയം. ആ സമയം അതാണെങ്കിൽ നമ്മളൊക്കെ ആ സമയത്ത് ദ്വാ ചെയ്യുന്നതിന്റെ പകരം സമയമേ അതിന് കിട്ടാറുള്ളൂ. ആ സമയത്ത് 3 സലാത്ത് ചെല്ലുന്നത് എന്താണ്? എല്ലാവരും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മാറിയത് വേഗം 3 സലാത്താണ് ചെല്ലുന്നത്. അതിന്റെ കാരണം എന്താണ്? നമ്മളാ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഈ 3 സലാത്ത് ചെല്ലുന്ന നേരം കൊണ്ട് 3 കാര്യങ്ങൾ ചോദിച്ചാൽ ആ 3 കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സാധിച്ചെങ്കിലായി. എന്നാൽ ഒരാൾ ആ സമയത്ത് 3 സലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 കാര്യങ്ങൾ പൂർത്തിയാക്കി തരുമെങ്കിൽ 3 സലാത്ത് ആ സമയം കൊണ്ടൊരാൾ ചൊല്ലി തീർത്താൽ അവന്റെ 30 കാര്യങ്ങൾ ശരിയാക്കി തരുമെന്നതുകൊണ്ടാണ് നമ്മൾ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് 3 കാര്യം കൊണ്ട് 3 സലാത്ത് 30 കാര്യം ചോദിക്കാനുള്ള അവസരം, 30 കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയം അവിടെയില്ല. അത് 3 സലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹുവിന് പകരമായി 30 കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി തരും. ആ ചിന്തയോട് കൂടെയാണ് നമ്മൾ ആ സമയത്ത് സലാത്ത് ചൊല്ലേണ്ടത്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സലാത്ത് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരുപാട് ഗുണകരമാണ്. മുസ്ലിം തങ്ങളോട് അടുക്കാനുള്ള വലിയൊരു മാധ്യമമാണ് സലാത്ത് എന്ന് പറയുന്നത്. അതേ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചകളിൽ ചെല്ലുന്ന സലാത്തുകൾ അതേമായ തങ്ങളിലേക്ക് ഡയറക്ടറി കാണിക്കാൻ തുടങ്ങുന്നാൽ ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ ഈ കൊഴിയിൽ നിന്ന് ചെയ്യാനും അതുപോലെ വേറെ ഏത് നാട്ടിൽ നിന്ന് നമ്മൾ സലാത്ത് ചെയ്യാനും ഏത് സമയത്തും ചെല്ലിയാലും ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും പ്രതിഫലം നഷ്ടപ്പെടാത്ത ില്ലാതെ ചെല്ലിയാലും ഏത് ജോലിക്കിടയിൽ വെച്ച് ചെല്ലിയാലും എങ്ങനെ നമ്മൾ ചെല്ലിയാലും ജോലിക്കുന്ന വലിയൊരു മഹത്വമാണ്, വലിയ മാറ്റമുള്ള കാര്യമാണ് സലാത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം സംഘങ്ങളോട് ഒരുപാട് അവിടുത്തെ വേദനകളാണ് സലാത്തുകൾ ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അവസാനിപ്പിക്കുന്നു. നമ്മുടെ മജീസിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിമിഷങ്ങൾ പറയുന്നു, ഒരാൾ രാവിലെയും വൈകുന്നേരം എന്റെ മേലിൽ 10 സലാത്തുകൾ ചൊല്ലിയാൽ എന്റെ സകാത്ത് അവന് ലഭ്യമാണ്. അതുപോലെ ഒരുപാട് മഹത്വങ്ങൾ പല സമയങ്ങളിലായി പല സലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനായ കാണാം. ഞങ്ങൾ പറയുന്നവരാണ് ഞാൻ രാത്രിയിലും പകലും എന്റെ 3 സലാത്തുകൾ എന്നോട് ചൊല്ലിയാൽ എന്നോടുള്ള സ്നേഹത്തോടെയും ആദരവോടെയും ഒരാളങ്ങനെ ചൊല്ലിയാൽ അവന്റെ ആ രാവും പകലുമുള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സലാത്തിന്റെ പേരിൽ നമുക്ക് കാണാൻ കഴിയും. അതേ ലക്ഷണങ്ങള് അവിടുത്തെ സലാത്തുകൾ ചില ആളുകളോട് വലിയ മാറ്റവും വലിയ സ്നേഹവും അവിടെ ഉണ്ടാകും. അതേ ഒരു മഹാനായ മനുഷ്യനാ എല്ലാ സമയത്ത് സലാത്തുകൾ നിങ്ങൾ ചൊല്ലി നടത്തും. അങ്ങനെ കണ്ടിട്ട് ഒരു ധനാഢ്യനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ മുന്നിലൂടെ സലാത്തിലേക്ക് പോകുന്നതിനെ കണ്ടപ്പോ അദ്ദേഹത്തിന് സമാധാനമാണ്. അദ്ദേഹം എപ്പോഴും ശല്യത്തോന്നൊന്നും വിചാരിച്ച് ഈ മഹാനായ മനുഷ്യനെ പാവപ്പെട്ട മനുഷ്യനെ അദ്ദേഹത്തിന് സംസ്കാരമുണ്ടെന്നും പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയി റൂമിലേക്ക് അദ്ദേഹത്തിന് കൈകൾ കെട്ടിയിട്ട് ഒരു കടാരയെടുത്ത സലാത്ത് ചൊല്ലുന്ന കൊണ്ടിരിക്കുന്ന നാമത്തേനെ മറുക്കുകയാണ്. എന്നിട്ട് പരിഹാസത്തോടുകൂടെ ആ നാവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറയുന്നു, ഈ ധാരാളം സലാത്തുകൾ ചൊല്ലിക്കോ. തങ്ങളുടെ മേൽ സലാത്ത് ചെയ്യുന്നതിനെ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. ഈ
ഈ മനുഷ്യൻ വളരെ വിഷമത്തോടുകൂടെ എന്റെ മുറിഞ്ഞ നാവും നീ പിടിച്ചുകൊണ്ടതാ റൗളയിൽ തന്നെ ഹബീബായ മുത്തനബിയോട് സങ്കടം പറയുകയാ. സങ്കടം പറഞ്ഞ് അവിടെ സ്വർഗത്തെ മറക്കുകയാണ്. പ്രശ്നത്തിലാ വരുമ്പോ വന്ന കൊണ്ടോട് തന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഈ തങ്ങളുടെ പരാജയം എനിക്ക് കിട്ടിയ സമ്മാനമാണിത്. അതുപോലെ അതിന് കേൾക്കണ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ടതാ എന്റെ പേരിൽ പേരിൽ അറുക്കപ്പെട്ട നാവാണല്ലോ ഇത്. അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. നാവിന്റെ കഷ്ടപ്പെടുത്തിട്ട് അദ്ദേഹത്തിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അദ്ദേഹം സ്വപ്നത്തിൽ വ്യക്തിയോടൊന്ന് നോക്കുമ്പോ എന്റെ കയ്യിലുള്ള നാവിന്റെ കഷ്ടം കാണാനില്ല. അത് എന്റെ നാവിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ വീണ്ടുവരാ തന്റെ നാവറുത്ത മനുഷ്യന്റെ ആ കടയുടെ മുന്നിലൂടെ പോകുന്നു. തരാതിൽ പോകുമ്പോ ആ മുതലാളിയുടെ മകനോട് കാൽക്കലുകൾ മാത്രമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി സൽക്കരിക്കുകയാണ്. എന്നിട്ട് കാണിച്ചു കൊടുക്കുന്ന ഇതിന്റെ പിതാവാണ്. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തുകൾ മുടക്കാതെ നിങ്ങളെ നാവാർക്കുന്ന ഒരു കിഴങ്ങായി മാറിയിരിക്കുന്നു. മുസ്ലിമിന്റെ സഹായം നമുക്ക് വേണോ? ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടിക്കാനുള്ള മാർഗമാണ്. ദിവസവും നമ്മൾ ഒരുപാട് വർദ്ധിപ്പിക്കണം. അങ്ങനെ മുസ്ലിം ഞങ്ങളിലേക്ക് നമ്മൾ അടുക്കണം. നമ്മളിവിടെ ചെല്ലുന്നത് രാജ്യത്തിലാണ്. അതിന്റെ നാശങ്ങൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ചെല്ലുന്ന സ്ഥലത്തുകൾ അതെത്രയാണെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായി നമ്മൾ ചെല്ലുക. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സാമീപ്യം നമ്മൾ കരസ്ഥമാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുന്നിലേക്ക് ശുദ്ധമായ വഴികളെ കടന്നു വരികയാണ്. ആളും നഗരവും ഒക്കെ ആ മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ, അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ, അവിടുത്തെ മതമുകൾ പറയാനും പാടാനും ഒരുക്കി നിൽക്കുകയാണ്. സമയത്ത് നമ്മൾ നോക്കണം, നമ്മുടെ നാട്ടിൽ നിന്ന് മുമ്പത്ത് പോകുന്ന ആളുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസമെങ്കിലും എണീറ്റുപാടാൻ ആളുകൾക്ക് മുൻപിൽ കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ മതങ്ങളിലും സ്ഥാപനങ്ങളിലും നായകളിലും ആഘോഷിക്കാൻ, അവിടുന്ന് ഈ ഭൂമി ലോകത്തിലേക്ക് ജനിച്ച് പൂജാതനായ ദിവസം അത് അവിടുത്തെ മരുന്നുകൾ പാടി അവിടുത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ എല്ലാവരും തയ്യാറാകുന്ന ദിവസമാണ്, സമയങ്ങളാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് അവസാനിലേക്ക് 1 കോടി പ്രയാസം ചെല്ലുന്ന ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിവസവും 200 പ്രയാസത്തിൽ അത് ഓരോ ദിവസവും കൊല്ലുന്നത് നമ്മുടെ കുടുംബമായി മുസ്ലിം മദ്രസ എന്റെ ഭാഗമായി എടുക്കുന്നതാണ്. പ്രയാസ സമർപ്പണം നമ്മൾ സജീവമായി അതിൽ പങ്കെടുക്കണം. ഈ കോർപ്പറേറ്റ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ നാട്ടിലെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഇതുപോലെ കോഴി പ്രയാസ് പ്രഖ്യാപിച്ചിട്ട് നമ്മളെ ആളുകളൊന്നുമില്ല, കുറച്ചാൾ 90 വീടിന്റെ ആളുകളുള്ളൂ. അവിടെയുള്ള ഇതുപോലെ പ്രയാസം പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞ ദിവസമായപ്പോഴേക്ക് 2 കോടിയധികം പ്രയാസങ്ങൾ അവിടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ചെറിയത് സഹോദരിമാരാണ്. അവർക്ക് ആളുകളെ പറ്റി വലിയ പ്രോത്സാഹനമാണ്.
അതുപോലെ ആഗ്രഹത്തിനുള്ളിൽ സമ്മാനം കിട്ടും. എന്നാലും അവര് അതിനാഗ്രഹത്തിന്റെ അവർക്ക് ആദരവായിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി. നമ്മളെ ദുനിയാവിൽ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും ആ ആഗ്രഹത്തിൽ ഞങ്ങളെ സാന്നിധ്യം കരസ്ഥമാക്കാൻ അതിന് കാരണമാകും. ഇങ്ങനെ ഒരു ആ താല്പര്യത്തോടുകൂടെ നമ്മള് ദിവസം 500 സ്വലാത്തിനും കുറയാതെ നമ്മൾ ചെല്ലിയാൽ ഇത് പറഞ്ഞ കാലാവധിക്കുള്ളിൽ പൂർണ്ണമായും 1 കോടി സ്വലാത്തിന് നമുക്ക് സ്വീകരിക്കാൻ കഴിയും. നമുക്ക് തന്നെ ഇവിടുത്തെ വീട്ടിലുള്ള അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് അതുപോലെ എന്തൊക്കെ ജോലി വീട്ടിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ നാവിങ്ങനെ ചലിപ്പിച്ചാൽ മതി. അതിങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ചെല്ലാം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വാഹനം വെക്കുന്ന കൗണ്ടർ ആരും പറയും പഴയ കൗണ്ടറാണെങ്കിൽ അതിൽ വെക്കുമ്പോ ആരെങ്കിലും സൗണ്ടൊക്കെ കേൾക്കും. ഇപ്പൊ വീടുന്ന കൗണ്ടറിൽ സൗണ്ടില്ല. വെല്ലുന്ന ചുറ്റി നമ്മൾ അങ്ങാടി പോവാണെങ്കിലും ഇവിടെ പോവാണെങ്കിലും അതുപോലെ കൈ പിടിച്ചാൽ ഒരു കുട്ടി അറിയില്ല നമ്മൾ തരാത്തുള്ളത്. കുട്ടികൾക്ക് ഞങ്ങളോടുള്ള ബന്ധം എല്ലാ സമയത്ത് നശിപ്പിക്കാൻ കഴിയും. ആ കൗണ്ടർ വാങ്ങി 1 ലക്ഷം പേരെ അതിൽ ചെല്ലാൻ കഴിയും. അങ്ങനെ ഒരു ദിവസം 500 എണ്ണോ 1000 എണ്ണോ കണക്കില്ലാതെ അതിങ്ങനെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ കാർഡ് കൊണ്ട് വിതരണം ചെയ്യും. എല്ലാവരും വാങ്ങിയിട്ട് ആ പരാതി കൊണ്ടും ചെല്ലുന്നത് 30 ദിവസത്തിന്റെ കണക്കാണത്തിലുള്ളത്. ഓരോ ദിവസവും ചെല്ലുന്നതിന്റെ എണ്ണം രേഖപ്പെടുത്തി അവസാനം കൂട്ടി നോക്കാം. പിന്നെ അതിന്റെ മജിലിസോടെന്താ ചെയ്യുന്ന ആ സമയത്ത് എല്ലാവർക്കും വേണ്ടി ആ പരാത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയ ഒരു മദീനത്തെ മാറ്റണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും നമ്മളെ മുന്നിൽ കൊണ്ടുപോയി ഓരോരുത്തർക്കും ഒന്നേ കൊടുത്ത് നമ്മൾ ചെല്ലിപ്പിക്കണം. വലിയ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ചെല്ലി കുട്ടികൾക്ക് വലിയ ആവേശമാണ്. മതത്തിലെ കുട്ടികൾ മത്സരമാണ്. ആ ഞായറാഴ്ച കൊടുത്തിരുന്നത് വീട്ടിൽ തന്നെ മത്സരമാണ്. ഉമ്മയും ഉപ്പയും ഇതുപോലെ മക്കളും മാതാപിതാക്കളും കുട്ടികളും തന്നെ മത്സരമാണ്. ഏറ്റവും കൂടുതൽ ഞാനാകണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മുടെ പരാതികൾ വർദ്ധിപ്പിക്കുക. നമുക്ക് ഉണ്ടാകും. തിരുനോട്ടം കിട്ടുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രൈസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 പ്രൈസ് പ്രൈസ് കിട്ടാനല്ല, അത് സന്തോഷത്തിന്റെ ഭാഗമായി കൊടുക്കുന്നതാണ്. നമ്മൾ താല്പര്യപൂർവ്വം നമ്മളത് ചൊല്ലുക, മറ്റുള്ളവരെ ചെല്ലാൻ പ്രചരിപ്പിക്കണം, പ്രേരിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാർ വിചാരിച്ചാൽ 1 കോടി എന്നല്ല 10 കോടി കൊണ്ട് ചിന്തിക്കാൻ കഴിയും. കാരണം അവര് എപ്പോ നോക്കിയാൽ ഇതിന് ചെല്ലണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. നേരം പതിനും കയറി എണീക്കൂല. എത്ര നേരം വേണമെങ്കിലും ചെല്ലാൻ ആളുകൾക്ക് ജോലി തിരക്കിലാവുമ്പോ കഴിയുന്നവർ ശ്രദ്ധിക്കുന്നവരുണ്ട്. വിചാരിച്ച ആരെക്കൊണ്ടും കഴിയും. സഹോദരിമാരെ പ്രത്യേകിച്ച് ഈ സമ്മാനം കൊടുക്കരുത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് സ്ത്രീകൾ തന്നെ വാങ്ങണം. കേളും അതൊരിക്കലും നഷ്ടപ്പെടുത്തരുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ട്. ഇന്നലെ മരണപ്പെട്ട സഹോദരി കാട്ടശ്ശേരി മുഹമ്മദ് ഭാര്യയുടെ സഹോദരിയുടെ കബറിടം സന്തോഷത്തിലാക്കുമാറാവട്ടെ. അവരെയും എന്നെയും ഉൾപ്പെടുത്തിമാറാവട്ടെ. പിന്നെ ദോഷവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഈ മജിലിസിന്റെ ബർക്കത്തുള്ളത് കൊടുത്തുകൊടുക്കുമാറാവട്ടെ. അതുപോലെ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ട പൈസലം എന്ന് പറയുന്ന കൊല്ലപ്പെട്ട സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ നന്ദിയും അല്ലാഹു സ്വർഗ്ഗത്തിൽ കൂട്ടിത്തരുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മൾ നോക്കണം, ഓരോ ദിവസവും എത്ര ആളുകളാണ് തുടങ്ങിയിട്ട് വലിയ മഹാന്മാരും അതുപോലെ സാധാരണക്കാരും കൊടുത്തില്ല. പല സ്ഥലത്തും അതിലിങ്ങനെ പോകുമ്പോ അവരിങ്ങനെ വണ്ടികൾ കഴിക്കാതെ പഴയങ്ങനെ പോലും ഞാൻ കൂടെ പോകുന്നപ്പോ എത്ര ആളുകളാണ് ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം, ആ ഒരു വിശ്വാസത്തിന്റെ പവർ കൊണ്ട് ആത്മാർത്ഥമായ വിശ്വാസത്തിന് കിട്ടിയതാണ് നമ്മുടെ വിശ്വാസം. ഇതുപോലെ നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ കർമ്മങ്ങൾക്ക് വിശ്വാസം ദൃഢമാക്കി നമ്മൾ ചെയ്താലും നമ്മൾക്ക് ആരുമില്ലെങ്കിലും നമ്മൾ നയിക്കുന്ന സമയത്ത് അല്ലാഹു ആളുകൾ എത്തിച്ചേരും. ആ സഹോദരന്റെ കുടുംബത്തിൽ ആരാളുള്ളത്? എല്ലാവരും ആളുകളാണ്. എന്നിട്ട് പോലും ഈ നാട്ടിലുള്ള വലിയ ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ എവിടെ കണ്ടോ എല്ലാവരും എല്ലാ പള്ളികളിലും ഞങ്ങളുടെ നാട്ടിലും ഒക്കെ എല്ലാ പള്ളികളും വേണ്ടി വാക്കുകൾ ചെയ്യുന്നവരും
അങ്ങനെ ഒരുപാടുണ്ട്. വലിയ ഭാഗ്യമാണ്. അല്ലാഹുവേ നിരന്തരം ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇതുപോലെ നമ്മളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാൻ ആളുകൾ വേണം. അല്ലാഹു അങ്ങനെയുള്ള ഒരു തലമുറയെ നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ. നമ്മുടെ കയ്യിലൊക്കെ അവർക്ക് കൂടി കരുതിയിട്ട് നമ്മുടെ മതി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരിമാരൊക്കെ നമ്മളെ പൂർണ്ണമായും നിലവിളിക്കാൻ കാണാത്ത രൂപത്തിൽ പൂർണ്ണമായി മനസ്സിൽ ആത്മാർത്ഥമായി കൊല്ലുക. അറിയാനില്ല. അതെന്തായാലും സ്വീകരിക്കുന്ന യാതൊരു സത്യവുമില്ല. കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ.